പുറത്തു പോകുന്നത്. ഇറങ്ങ സൂക്ഷിച്ച്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. സോ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ എന്താ പറയുക, പുൽക്കൂടൊക്കെ കാണാനായിട്ടൊന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. സോ പുൽക്കൂട് ആ, അത് കാണാനായിട്ട് ഞാനും അമ്പാടിച്ചനും കൂടെ ഇറങ്ങിയതാണ്. നല്ല തണുപ്പും കാറ്റും ഉണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് തണുക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് കോട്ടിട്ടിട്ട് വന്നത്. ഇന്നലെ ഞാനൊരു വണ്ടി കണ്ടടാ, അതിങ്ങനെ ഓപ്പണാ. അവരെവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോഴേ പുറത്തുനിന്നൊക്കെ അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ പുറന്നിങ്ങനെ വന്നു. അതൊക്കെ വണ്ടിയൊക്കെ അങ്ങ് മൂടി. ഇല്ല, നമ്മൾ ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ കാണുന്ന കണക്കുള്ള വണ്ടി. ഇതേ വണ്ടിയല്ല, നല്ല സ്റ്റൈലാ വണ്ടി, ജീപ്പല്ല. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വെള്ളത്തിൽ കൂടെ കയറരുത്. ഞാൻ അങ്ങോട്ട് പോയേട്ടോ. എന്തോ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. ഇത് ബേസ്മെന്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന വഴിയാട്ടോ. അവിടെ ഉണ്ട്, അവിടെ പുൽക്കൂട് ക്രിസ്മസ് ട്രീ. നല്ല സൈലൻസ് അല്ലേടാ. നമ്മുടെ ഇരിക്കുന്ന ഇത്ര എന്താ പറയുക, കണ്ടാലേ വിടർന്നിരിക്കുന്നതല്ല, നമ്മൾ വിടർത്തി വെക്കണ്ടേ. ഇത് അങ്ങനത്തെ അല്ല. നമ്മുടെ ഇരിക്കുന്ന ഇങ്ങനത്തെ ട്രീ അല്ല അല്ലേ. നമ്മുടെ കുറച്ചുകൂടെ 4 ഫീറ്റേ ഉള്ളൂ, എത്രയുള്ളൊരു ട്രീ ആണ്. ഇത് ഇച്ചിരി വലിയതാ. ഡ്രമ്മും ഉണ്ടോ? അയ്യേ, സ്റ്റാർ. നമ്മുടെ ഉള്ളൊരു സ്റ്റാർ ഇല്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഞാൻ കുറച്ച് വന്നോളാം. നീ വീട്ടിൽ കയറിക്കോ, ഞാൻ വന്നോളാം. ഞാൻ അമ്പാടിച്ചാ ആ കണ്ടതാണ് പുൽക്കൂട്. ഇതോ കാണുന്നു ഗൈസ്, എൻ്റെ സ്കൂൾ. എൻ്റെ കോലം കണ്ടു, വാട്ട് എ മോഡേൺ കോലം. അയ്യേ, ഈ കുരുപ്പ് ഇതുവഴിയാണോ പോയേ? എവിടെ പോയി? കണ്ട തക്ക നോക്കിയപ്പോ അവൻ കയറിയിരിക്കുന്നു. എടാ, നിനക്ക് അതിലും ബദലായിട്ടുള്ള സൂപ്പർ വണ്ടി ഇല്ലടാ. കിട്ടിയ തക്ക മുതലെടുക്കുന്നോടാ കുരുപ്പേ. കിട്ടിയ തക്ക നീ മുതലെടുക്കുന്നോ? ഇവിടെ എല്ലാരും നടക്കും. അവിടെ നിക്കമ്പാടി, പാമ്പാടി ഇവിടെ വേണം. വന്നേ നിന്നെ കൊണ്ടു നടക്കാൻ എനിക്ക് വയ്യ. വാ, അമ്മയ്ക്ക് ഇറങ്ങണം, അത് ലുലു പോണം. കൊണ്ട് പോവാടെ ചക്കരെ, പൊന്നിനെ കൊണ്ട് പോവാ. ഫോൺ കൊടുത്തിട്ട് വരാം.